ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഭൂമുഖത്ത് ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ക്രൈസ്തവ സമൂഹങ്ങളും ക്രൈസ്തവ സഭകളും ശുശ്രൂഷകളും പ്രവർത്തിക്കുന്നു. യേശുക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യങ്ങളുമായിട്ടാണ് ഈ സഭകളെല്ലാം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ്. അവർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മാത്രം നാം മനസ്സിലാക്കുവാൻ തക്കതിനുവണ്ണം ഭൂമിയിലെ സഭകളുടെയും ശുശ്രൂഷകളുടെയും പ്രവർത്തനങ്ങൾ കർത്താവായ യേശുക്രിസ്തു വിലയിരുത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ തക്കവണ്ണമാണ് ഏഷ്യ മൈനറിൽ പ്രവർത്തിച്ചിരുന്ന 7 സഭകളെക്കുറിച്ച് കർത്താവ് തൻ്റെ ശിഷ്യനായ യോഹന്നാന് ദർശനം നൽകുന്നത്. പത്മോസ് ദ്വീപിൽ വച്ച് കർത്താവ് തന്നെ അനുഗമിച്ച ആദ്യ വിശ്വാസികൾ രൂപം കൊടുത്ത ഏഷ്യ മൈനറിലെ 7 സഭകളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയാണ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർണ, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലഡൽഫിയ, ലവദോക്യ എന്നീ 7 സഭകൾക്കും അയക്കുക. അവരുടേതായ പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്ത് വിലയിരുത്തി അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം അല്ലെ അതിനെക്കുറിച്ചുള്ള കർത്താവിൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അത് 7 സഭകളെയും അറിയിക്കുവാൻ യോഹന്നാനെ അറിയിക്കുകയാണ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിന് 19-20 വാക്യങ്ങളിൽ നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എഴുതുക. അങ്ങനെ തനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കതിനുവണ്ണം സ്ഥാപിതമായ ഈ 7 സഭകളെക്കുറിച്ച് കർത്താവ് വ്യക്തമായ ദർശനം യോഹന്നാൻ ശ്ലീഹായ്ക്ക് നൽകുകയാണ്. ഇന്ന് ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഓരോ സഭയെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന ശുശ്രൂഷകളെക്കുറിച്ചും ഇതുതന്നെയാണ് കർത്താവിന് പറയാനുള്ളത്. കർത്താവ് അവരെ ഉള്ളതിന് വണ്ണം അറിയുന്നു, അവരുടെ പ്രവൃത്തികൾ അറിയുന്നു, ഓരോരുത്തരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായി കർത്താവ് മനസ്സിലാക്കുന്നു. പക്ഷേ യേശു ക്രിസ്തു തങ്ങളെ കാണുന്നുവെന്നോ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തങ്ങളെ ന്യായവിധിയിലേക്ക് നയിക്കുമെന്നോ ഒന്നും മനസ്സിലാക്കാതെ ദൈവം അവരുടെ ദുഷ്ടത മനസ്സിലാക്കുന്നില്ലെന്നത് ചിന്തിച്ചുകൊണ്ട് ഭൂമിയിൽ പ്രവർത്തിക്കുന്ന സഭകളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും നഷ്ടപ്പെട്ട അവസ്ഥയിൽ മുരടിച്ചുകൊണ്ടിരിക്കുന്ന സഭകളെയാണ് നമുക്ക് ഭൂതലത്തിൽ കാണുവാൻ കഴിയുന്നത്. ഈ 7 സഭകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളെ കർത്താവ് വിലയിരുത്തുന്നുണ്ട്. Today we find tens of thousands or even millions of churches in the world. Each church is working for the glory of God, all right. But today when we look at it, each one is striving in its own way to glorify God, and they do not realize that in a constant watch. Jesus watches them, watches their works, how productive they are. These are all under considerations because Jesus evaluates every church as a example. He tells John, his disciple, about the 7 churches in Asia Minor, their positive and negative aspects is shown to John.
So, he asked John to inform these churches about what Jesus has revealed. അങ്ങനെ കർത്താവ് ഓരോ സഭകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവരെ അറിയിക്കുവാൻ യോഹന്നാനെ ചുമതലപ്പെടുത്തുകയാണ്. ഇവിടെ നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ലവോദിക്യ സഭയെക്കുറിച്ച് കർത്താവ് പറയുന്ന കാര്യമാണ്. 7 സഭകളിൽ കർത്താവ് കുറ്റം വിധിക്കുന്നത് ലവോദിക്യൻ സഭയാണ്. അവരോട് പറയുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതോഷ്ണവാനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. ശീതോഷ്ണവാൻ. ഉഷ്ണവാൻ എന്ന് പറയുമ്പോൾ ഗ്രീക്ക് പരിഭാഷയിൽ 100 ഡിഗ്രി ചൂടുള്ള അവസ്ഥയാണ്. So this is what we find Jesus saying that he is evaluating every church in the world. And as an example, he looks into the 7 churches in Asia Minor. He enumerates the great and wonderful things done by them. And also, he blames them for their works which were against his principles. He tells them how they were working for him. And especially when we look at the Laodicean church, he condemns that church. He says, you are neither hot nor cold. So, he knows exactly how his church is working on earth. Many a time today's churches or congregations, they do not seem to realize that they are washed by God. Every church on earth is watched over by Jesus Christ. And it is these experiences of seeing the functioning of the church, they are the things that are going to bring the church either commendation or condemnation. ലവോദിക്യ സഭയെക്കുറിച്ച് പറയുമ്പോൾ ലൈക്കസ് നദിയുടെ തീരത്ത് പടുത്തുയർത്തിയ സഭയാണ്. വളരെ സമ്പന്നമായ സ്ഥലമാണ് ലവോദിക്യ. നേത്രലേപനങ്ങൾ അവരുടേതായിട്ടുള്ള മുഖമുദ്രയായിരുന്നു. പ്രാചീന പട്ടണങ്ങളിൽ വളരെയധികം സ്വാധീനമുള്ള ലവോദിക്യൻ പട്ടണത്തിൽ പ്രവർത്തിച്ചിരുന്ന സഭയാണ് ലവോദിക്യ സഭ. ആ സഭയോടാണ് കർത്താവ് പറയുന്നത്, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. അതെ, അവർ ഉഷ്ണവാനല്ല എന്ന് പറയുമ്പോൾ, ശീതവാനല്ല എന്ന് പറയുമ്പോൾ അവർ രണ്ടിടത്തുമുണ്ട്. അവർ സഭയിലുമുണ്ട്, സമൂഹത്തിലുമുണ്ട്. സഭയിലെ ആചാരങ്ങൾ പങ്കുവെക്കുമ്പോൾ തന്നെ ജാതികളുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ വ്യാപൃതവും അവരിലുണ്ട്. എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും യേശുക്രിസ്തുവിനെ അറിയുന്നു, പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നു എന്നൊക്കെ നാം പറയുമെങ്കിലും ലോകത്തിൻ്റെ മോഹങ്ങൾക്കും ലോകത്തിൻ്റെ സുഖങ്ങൾക്കും വേണ്ടി നാം മനസ്സ് തിരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. നാം ഉഷ്ണവാനല്ല ശീതവാനുമല്ല എന്ന അവസ്ഥയിലാണ്. കർത്താവിന് അപ്രകാരമൊരു വിഭാഗീയത, ഉഷ്ണവാന്മാരും ശീതവാന്മാരും എന്നുള്ള ഒരു വിഭാഗീയത ഉണ്ടാക്കുവാൻ സാധ്യമല്ല. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരൊക്കെയും തീഷ്ണതയോടെ പ്രവർത്തിക്കുന്നവരായിരിക്കണം. He does not want us to be lukewarm Christians. He wants us to be steady Christians. Steady in our love for God.
study in our work for Jesus. Only then can we make progress. So, spiritual progress, I mean. So, Jesus knows. He says, I know your works. You are neither hot nor cold. It would have been good if you have been either hot or cold. Because you are lukewarm, because you are neither hot nor cold, I will spew you out from my mouth. Today, modern Christian is of this sort. They are neither hot nor cold. Lukewarm Christians. And what do you mean by lukewarm Christians? They are in the church. They do not leave the church. At the same time, they cannot obey the principles of the church. They go on to embrace different ideologies, different ways of life, which lead into sin. But at the same time, they are active with the church. They make compromises. So, when the Bible says you are not hot nor cold, it means you are a compromising Christian. I just to tell you some of the few compromises what we make. You may be asking me, what compromises? We don't have any compromise. Yes, brother, you have compromises. വിട്ടുവീഴ്ചകൾക്കും ഒത്തുതീർപ്പുകൾക്കും വശംവദരാകുന്ന സഹോദരങ്ങൾ ഇന്നത്തെ സഭകളിലേറെയാണ്. ഒത്തുതീർപ്പ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്നവർ അനേകരാണ്. എന്താണ് ഒത്തുതീർപ്പ്? ദൈവത്തിൻ്റെ ചട്ടങ്ങളിൽ മായം വരുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ അതിനെ വെള്ളം ചേർത്തുകൊണ്ട് തങ്ങളുടേതായ ഇഷ്ടത്തിന് അതിനെ വ്യാഖ്യാനിച്ച് പാപമായതിനെ പാപമല്ല എന്ന് വരുത്തിക്കൊണ്ട് അസത്യത്തെ അർദ്ധസത്യമാക്കി അർദ്ധസത്യത്തെ സത്യമാക്കി ചിത്രീകരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇന്ന് നിലനിൽക്കുന്നത്. എന്നാൽ അവർ സഭയിലുണ്ട്, അവർ സമൂഹത്തിലുണ്ട്. അവരെയാണ് കർത്താവ് ശീതോഷ്ണവാനെന്ന് വിളിക്കുന്നത്. ലവോദിക്ക സഭയുടെ ന്യായവിധിയിൽ ഏറ്റവും വലിയ കുറ്റം കർത്താവ് പറയുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വ്യക്തമായ ഒരു പന്ഥാവുണ്ടാകണം. അവിടെ വിട്ടുവീഴ്ചകൾക്കോ ഒത്തുതീർപ്പിനോ ഒന്നും സ്ഥാനമില്ല. We cannot be a compromising Christian. We cannot make compromises on issues. ഇന്ന് അനേകർക്ക് ഒരല്പമദ്യപാനം തെറ്റല്ല, വീഞ്ഞു കുടിക്കുന്നത് തെറ്റല്ല എന്നുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സഭയെ മുരടിപ്പിക്കുകയാണ്. വീഞ്ഞു കുടിക്കാം എന്ന് പ്രചരിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കിയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ പ്രവർത്തികളെയും പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. അവൻ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവന് പ്രാഗൽഭ്യമില്ല. കാരണം വീഞ്ഞ് കുടിക്കുന്നവൻ ഒരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് കർത്താവ് കൽപ്പിക്കുന്നുണ്ട്. വീഞ്ഞ് അത് മനുഷ്യരെ ലഹരി പിടിപ്പിക്കുന്ന കാര്യമാണ്. അത് വിശുദ്ധ ബലിയിൽ അർപ്പിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടത് ഉപയുക്തമാക്കുമെന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ എന്തളവിലാണ്, എന്ത് പ്രൊപ്പോർഷനിലാണ് വീഞ്ഞ് തയ്യാറാക്കുന്നതെന്നും ആരും ചിന്തിക്കാറില്ല. അതുകൊണ്ട് തങ്ങളും മദ്യപിക്കുകയാണ്. മദ്യപാനം തെറ്റല്ല എന്ന് സ്ഥാപിച്ചെടുക്കുവാൻ തക്കതിനുവണ്ണം ഉള്ള വാക്യശകലങ്ങളുടെ അംശങ്ങൾ തിരഞ്ഞെടുത്ത് മദ്യപാനം നടത്തുന്ന അനേകരെ എനിക്കറിയാം. എന്നാൽ കർത്താവ് നിന്നെ ഉമിണ്ണുകളയും, നിന്നെ തുപ്പിക്കളയും. ദൈവം നിനക്ക് അനുഗ്രഹങ്ങൾ തരുമ്പോൾ അത് ഒരു കോംപ്രമൈസ് ക്രിസ്ത്യനായിട്ട് ജീവിക്കുവാനല്ല. യേശു നിന്നെ വിളിച്ചത് വിട്ടുവീഴ്ചകളുള്ള ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാനല്ല. പിന്നെയോ കർത്താവിൻ്റെ പ്രമാണങ്ങൾ പ്രാവർത്തികമാക്കുവാൻ, സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ, വിശുദ്ധിയിൽ മുന്നേറുവാനാണ്. ടുഡേ വി ഫൈൻഡ്
people who call themselves believers saying that a little drink is doing no harm at all. You can drink beer, you can drink wine. They are all compromising Christians. The Word of God clearly states that those who drink, drunkards, can never inherit the kingdom of God. Solomon in Proverbs says, you are not even supposed to look at the wine shining in a cup. It will lead you to sin. We know how the intoxication of wine had left a scar on the holy life of Noah. We see that he was a man who walked with God, but his life was tainted because he was drunk with the wine, and that wine was produced from the vineyard of his own lands. So, when we make compromises, we stand against the principles of God. We become compromising Christians. Another area where Christians today make compromise is the area of matrimony, marriages. വിട്ടുവീഴ്ചകളാണ്, ഒത്തുതീർപ്പുകളാണ് ഇന്ന് വിവാഹ രംഗങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. മലാക്കി പ്രവചനം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ വിവാഹമോചനം വെറുക്കുന്നു, ഞാൻ വിവാഹമോചനം വെറുക്കുന്നു. പക്ഷേ ഇന്ന് വിവാഹമോചനം സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്നു. പശ്ചിമ രാജ്യങ്ങളിൽ, യൂറോപ്പിൽ, അമേരിക്കയിലൊക്കെ നടത്തപ്പെടുന്ന വിവാഹങ്ങളിൽ 2/3 ഭാഗവും വിവാഹമോചനത്തിൽ കലാശിക്കുകയാണ്. ഞാനീ പറയുന്നത് ക്രൈസ്തവ സഹോദരങ്ങളുടെ കാര്യമാണ്, മറ്റുള്ളവരുടേതല്ല. വിവാഹ മോചനം നേടിയവർക്ക് ഇന്ന് പട്ടത്വ ശുശ്രൂഷയിൽ പ്രവേശിക്കുവാൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, മഹാപുരോഹിത ശുശ്രൂഷയിൽ പോലും പ്രവേശിക്കുവാൻ വിവാഹമോചിതർക്ക് കഴിയുന്നുണ്ട്. ഇത് കോംപ്രമൈസിങ് ക്രിസ്ത്യാനിറ്റിയുടേതായിട്ടുള്ള വലിയ ഉദാഹരണമാണ്. ദൈവവചനം മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ചും ഇച്ഛയ്ക്കനുസരിച്ചും വളച്ചൊടിക്കുക, സ്ത്രീകൾക്ക് പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരം നൽകി പുരോഹിത സ്ഥാനത്തും മഹാപുരോഹിത സ്ഥാനത്തും സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്ന അവസ്ഥ. തിരുവചനത്തിന് വിപരീതമായി തിരുവചനത്തെ വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് വിട്ടുവീഴ്ചകളും ഒത്തുതീർപ്പുകളും വരുത്തി തീർത്ത് മുൻപോട്ട് പോകുന്ന അവസ്ഥ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല എന്ന് പറയുന്ന അവസ്ഥ. സഭയിൽ നിന്ന് വിട്ടുപോകുന്നില്ല, ദൈവത്തെ അവിശ്വസിക്കുന്നില്ല, ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കുമെന്ന് വരുത്തി തീർക്കുകയും എന്നാൽ അതിന് വിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്യുക. ഉഷ്ണവാനല്ല, എന്നാൽ ശീതവാനുമല്ല. ഈ അവസ്ഥയിൽ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുവാൻ സാധ്യമല്ല. ദൈവകോപം സമ്പാദിച്ചുകൊണ്ട് മാത്രമേ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ലംഘിക്കുന്നവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ ന്യായവിധിയാണ് അവരെ കാത്തു നിൽക്കുന്നത്. So we find another area where today's Christianity make compromises. That's the area of divorce. In Europe and America, we find 2/3 of the married couples go into a divorce. And mind you, these are Christians themselves. And we find in Malachi chapter 2 verse 16, where the word of God says, I hate divorces. God does not want a divorce to take place.
Jesus says, what God has united, man should not separate. The very principles of marriage are broken. We find divorcees taking up ecclesiastical offices. What a paradox. മറ്റൊരു പ്രധാനപ്പെട്ട ഒത്തുതീർപ്പിൻ്റെയും വിട്ടുവീഴ്ചയുടെയുമായിട്ടുള്ള രംഗം ലൈംഗിക പാപങ്ങളാണ്. ലൈംഗിക പാപങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർ അത് പുറമേ പരസ്യമായി പറയുകയും അങ്ങനെ ജീവിക്കുന്നവർ അവർ വിശ്വാസികളാണെന്ന് പറയുകയും അങ്ങനെ ആ വിശ്വാസികൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥാനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന അവസ്ഥ, പുരുഷൻ പുരുഷനെ വിവാഹം ചെയ്യുന്ന അവസ്ഥ, സ്ത്രീ സ്ത്രീയെ വിവാഹം ചെയ്യുന്ന അവസ്ഥ, അങ്ങനെ ലൈംഗികമായ അനേകമായ പാപങ്ങൾ അതും സഭ കണ്ണടയ്ക്കുകയാണ്. ലൈംഗികമായ പാപങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ സ്ഥാനമാനങ്ങൾ വഹിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഒരു ക്രൈസ്തവ മാസികയിൽ കണ്ട ഒരു ചിത്രം, ഒരുവൻ മറ്റൊരുവനുമായിട്ട് നിൽക്കുകയാണ്. ആ നിൽക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തി ഒരു ബിഷപ്പാണ്. അടുത്ത് നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് അവൻ പറയുന്നത് എൻ്റെ ഭാര്യയാണെന്നാണ്, പുരുഷനാണ്. അപ്പോൾ ലൈംഗിക അരാജകത്വം നടമാടിക്കൊണ്ട് അതിൽ പങ്കാളികളായിരിക്കുന്നവർക്ക് പോലും അംഗീകാരം നൽകുന്ന ഒരു സമൂഹമായിട്ട് അനേക ക്രൈസ്തവ സഭകൾ മാറിക്കൊണ്ടിരിക്കുന്നു. പാപികളെ സ്നേഹിക്കണം, അതുകൊണ്ട് അവരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മഹാകോപത്തിന് വിധേയമായ സോദോമിൻ്റെയും ഗൊമോറയുടെയും അനുഭവത്തിൽ പോകുന്ന വ്യക്തികൾക്ക് അനുവാദം നൽകി അത് പരസ്യമായി പ്രഖ്യാപിച്ച് മുൻപോട്ട് പോകുന്നതും ഈ സമശീതോഷ്ണവാൻ്റെ അനുഭവമാണ്. കാരണം ഇവയൊക്കെയും നടത്തപ്പെടുന്നത് വിട്ടുവീഴ്ചകൾക്ക് മാനുഷിക ബുദ്ധിയിൽ പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ്. We find how homosexuals find their way to holding high offices in the Christian world. Homosexuals, they can become priests, they can become bishops. Yes, they can hold any post of God's authority in this world. These are the signs of compromising Christianity. When the Bible says it is sin, and when the Bible lays down principles for Christian living, and when we violate it and continue to say that we are Christians, we are compromising Christians. ഇപ്രകാരം വിട്ടുവീഴ്ചയില്ലാത്ത വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് ദൈവജനമെന്ന് പറയുവാൻ കഴിയുന്നത്. അപ്രകാരമുള്ള ഒരു സമൂഹത്തിൽപ്പെടുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവും ദൈവമേ, അശുദ്ധി നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വിട്ടുവീഴ്ചകൾക്കും ഒത്തുതീർപ്പുകൾക്കും വശമതരായിക്കൊണ്ട് അവിടുത്തെ വിശുദ്ധി നഷ്ടപ്പെടുത്തിക്കൊണ്ട് കർത്താവെ സമശീതോഷ്ണവന്മാരായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ തക്കതിനുവണ്ണം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുനാഥിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.